പൂജാർ ജനതയെ നെഞ്ചോട് ചേർത്ത പൂജാറിന്റെ അമരക്കാരൻ ശ്രീമാൻ PC ജോർജ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇതുവഴി കടന്നു വരികയാണ്. വികസനം വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന ജനപ്രതിനിധികൾ താഴുന്ന ഈ നേരത്തിൽ നമുക്ക് നഷ്ടമായി കഴിഞ്ഞ 5 വർഷങ്ങളെ വീണ്ടെടുക്കുവാൻ എൻഡിഎ സ്ഥാനാർത്ഥിയായി ജനവിധിയിലെത്തുന്ന നാടിന്റെ മനസ്സറിയുന്ന PC ജോർജിനെ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ചരിത്രപരമായ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. തന്റെ സമ്മതിദായകരെ തന്റെ യജമാനന്മാരെ നേരിൽ കാണുവാനും താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതിനുമായി നാടിന്റെ പ്രിയപ്പെട്ടവൻ പൂജാറിന്റെ മണ്ണിൽ എണ്ണിയാറില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലമത്രയും നേതൃത്വം കൊടുത്ത് നമ്മോടൊപ്പം നിലകൊണ്ട ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച ഈ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ്. കഴിഞ്ഞ 7 പ്രാവശ്യം ജനങ്ങളുടെ ഔദാര്യം കൊണ്ട് നിയമസഭ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 8ാം പ്രാവശ്യത്തിൽ മത്സരിക്കുകയാണ്. വളരെ അനുകൂലമായ സാഹചര്യമാണ് ഞാൻ കണ്ടിടത്തോളം. എല്ലാ ബൂത്ത് കമ്മിറ്റികളെല്ലാം കൂടി കമ്മിറ്റികളൊക്കെ എടുത്ത് പ്രവർത്തനം വളരെ സജീവമായി നടക്കുകയാണ്. അതോടൊപ്പം ഞാൻ തന്നെ പങ്കെടുക്കുന്ന ബൂത്ത് കമ്മിറ്റികൾ തന്നെ മുഴുവൻ കമ്മിറ്റിയും ഞാൻ തന്നെ പോയി കൂടി. വേറെ ആരും ചെയ്തിട്ടില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ ബൂത്ത് കമ്മിറ്റിയെല്ലാം കൂടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം എന്നല്ല എന്താ പറയുക, വളരെ അനുകൂലമാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ ശ്രമിക്കുന്ന നല്ലവരായ നിങ്ങളെല്ലാവരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയും അപേക്ഷയും ഏപ്രിൽ 9-ാം തീയതി നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായിട്ട് എല്ലാവരെയും ഒരുമിച്ച് പോളിംഗ് ബൂത്തിൽ എത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എത്തിച്ചാൽ മാത്രം പോരാ, അവരെ കൊണ്ടെല്ലാം താമര അടയാളത്തിൽ വോട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്ന വോട്ടുകളാണ് എൻ്റെ വിജയം. ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ആരും ജയിക്കുകയല്ല, വോട്ട് ചെയ്താലേ ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് മുഴുവൻ പേരും ഇറങ്ങി വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. വളരെ വിനയപ്രസരം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഏപ്രിൽ 9-ാം തീയതി രാവിലെ തന്നെ എല്ലാവരും പോളിംഗ് ബൂത്തിൽ എത്തണം. താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. PC ജോർജ്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ പറയുന്ന ആഠ്യത്വമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് വിടേണ്ടത് സാധാരണക്കാരായ ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ പിന്നീടുള്ള 5 വർഷക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണർന്നിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ ആ പൗരുഷത്തെ, ആ ശ്രദ്ധേയനായ വ്യക്തിയെ, വികസനം എന്താണ് എന്നറിയുന്ന, നാടിനെ അറിയുന്ന, നാട്ടുകാരെ അറിയുന്ന പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ PC ജോർജ് സാറിനെ, NDAയുടെ സ്ഥാനാർത്ഥിയായ PC ജോർജ് സാറിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വലിയ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് പറഞ്ഞു വിടണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഇവിടുത്തെ ഇളങ്കാട് മേഖലയിൽ കച്ചവടം ചെയ്ത് നല്ല നിലയിൽ മാന്യമായി ജീവിക്കുന്ന എന്റെ സഹോദരങ്ങളെ, സ്നേഹിതരെ, ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഇളയവനായ എനിക്ക് അനുകൂലമായി താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വലിയ പരിസരം താഴ്മയോടുകൂടി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് മാത്രം അപേക്ഷിക്കുന്നു നിങ്ങൾ കരുതരുത്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോടും ഭാര്യയോടും, ഭാര്യയാണ് കേൾക്കുന്നത് ഭർത്താവിനോടും മക്കളോടും അയൽവാസികളോടും PC ജോർജ് ഇങ്ങനെ വോട്ട് ചോദിച്ചിട്ടുണ്ട്, കൊടുക്കണം എന്ന് പറയാനുള്ള സന്മനസ് പ്രകടിപ്പിക്കണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. എന്തൊക്കെയും ഇളങ്കാട് റോഡ്, ആ ഇളങ്കാട് വാഗമൺ വരെയാണ് നമ്മൾ ടെൻഡർ ചെയ്ത് 35 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്തു. ഒരു കളവില്ലെന്ന് എല്ലാവർക്കും അറിയാം. വളരെ മാന്യമായി റോഡ് പണി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ
വെള്ളപ്പൊക്കം വന്നപ്പോ പണി സ്വല്പം കുഴപ്പത്തിലായി. നഷ്ടമുണ്ടായി കോൺട്രാക്ട് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തന്നെ പോയി നോക്കിയിട്ട് എസ്റ്റിമേറ്റ് വന്ന് അഴിയിൽ നിന്ന് വന്ന് എസ്റ്റിമേറ്റ് 11.5 കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തു. അപ്പൊ 35 10 45 46 കോടി രൂപ മുടക്കിയ റോഡാണ്. ഇതുകൊണ്ട് ഞാൻ തോറ്റുപോയി റോഡുകൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പുതിയ MLA ജനങ്ങളോട് പറയണം. എന്തുകൊണ്ടാണ് റോഡ് പണി നടക്കാത്തത് പറയണ്ടേ? പണമുണ്ട്. കാര്യം ഇടതുപക്ഷ ഗവൺമെന്റ് 7 ലക്ഷം കോടി രൂപ കടക്കണിയിലായി പട്ടിണിയാണ്, സമ്മതിച്ചു. പക്ഷെ ഇത് കണക്കടിയിലാണെങ്കിലും ഇത് ബഡ്ജറ്റാണെന്ന് മാത്രമല്ല, പണം അനുവദിച്ച് ഫൈനാൻസ് സാങ്ഷൻ കെട്ടി ടെൻഡർ ചെയ്ത് വെക്കാം. പിന്നെ എങ്ങനെ പണമില്ലാതെ വരുന്നു? അപ്പോ ഇല്ലാത്തതല്ല കാരണം, കെടുകാര്യസ്ഥതയാണ്. റോഡ് വേണം എന്നൊരു തോന്നൽ വേണം. PCOR തുടങ്ങിയതായതുകൊണ്ട് PCOR തുടങ്ങിയത് വേണ്ട എന്ന ആ മാനസികത MLA നല്ലതാണോ? ഞാൻ അത്രയും ഇപ്പൊ ചോദിക്കുന്നു. നിങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ ഇത്രയും പേർ ഇവിടെ നിൽക്കുന്നുള്ള എന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നം. ഞാന് പാലത്തോട് പഞ്ചായത്ത് മീറ്റിംഗിൽ 9:45 60ഓളം സ്ത്രീകൾ ഇപ്പോൾ യോഗത്തിൽ. ഞാനപ്പോൾ പറഞ്ഞു, ഈ സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നു, അവർ വീട്ടിൽ ചെന്ന് ഭർത്താവിന് കഞ്ഞി കൊടുക്കേണ്ട പിള്ളേർക്ക് ഞാനിവിടെ പിടിച്ചു നിർത്തിയത് ശരിയല്ലാത്തതുകൊണ്ട് യോഗ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവസാനിച്ചെന്ന് പറഞ്ഞപ്പോൾ 2 സ്ത്രീകൾ ഓടി ഒന്നിക്കാൻ പറഞ്ഞു. ഞാൻ വേഗം നീങ്ങി. ഞങ്ങളുടെ കെട്ടിയന്മാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണെന്നാണ്. മനസ്സിലായോ എന്ന് ചോദിച്ചു. അതായത് കെട്ടിയന്മാർ അവിടെ നിന്ന് അവരുടെ അനുവാദത്തോടുകൂടി നീ പോ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്. അപ്പൊ സാറ് ഞങ്ങളെ കെട്ടിയന്മാരുണ്ടെന്ന് വിഷമിക്കേണ്ട, ഇവിടെ ഒരു 2 മണിക്കൂർ ഇരുന്നേക്കാന്ന് പറഞ്ഞു. യാതൊരു സംശയമില്ല, ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വാഗമൺ റോഡ് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇത് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ ടൂറിസത്തിലൂടെ ഇനി കഴിയും. അത് നിലവാരം ജനങ്ങളെ ഉയർത്താൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും ചെയ്യും. ഇവിടെ കുടിവെള്ളം വലിയൊരു പ്രശ്നമാണ്. നമ്മളെ സാറേ ഇതൊന്ന് ചെയ്യുകയാണ്. ഞാനാണ് SC ആണോ? അതെ. തന്നോടൊരു കാര്യം പറയുന്ന ഒരാളെ അങ്ങോട്ട് അയക്കുക, താൻ ആ കാര്യം ഒന്ന് ചെയ്തേക്കണം എന്ന് പറയും. മനസ്സിലായോ? അത് ചെയ്തില്ല, ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അതാണ് MLA ജോലി. അതല്ലാതെ MLA ഇങ്ങനെ പികൊണ്ടെ വരെ സാറെ വിളിച്ചോണ്ട് നടക്കുക. ക്ഷമിക്കണം, എന്നെ കിട്ടുകയാണ്. എന്റെ സ്റ്റൈൽ ഇതാണ്. ഉള്ള കാര്യം തോന്നുന്നു. എനിക്ക് കള്ളത്തിലൊന്നും പറയാൻ പറ്റുകയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയിപ്പോ ഞാന് ജയിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് ചാനലിനകത്ത് എന്ത് വൃത്തികേടും വന്നേക്കും. ഇതൊന്നും കണ്ട് വായിച്ച് നിങ്ങൾ എന്നെ PCOR ഇങ്ങനെ പറഞ്ഞു. ഞാൻ മനോരമയുടെ ജോലി തന്നെ എങ്ങനെ തോപ്പിക്കാൻ നിങ്ങൾ നടക്കുക. എടാ മനോരമയെ നീ നോക്കിയാൽ ഞാൻ തോക്കുകയല്ല. ഈരാറ്റിയുടെ മുസ്ലിങ്ങളായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തരാൻ പോകുന്നത്. അന്ന് എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയത് അറിയാമോ? അതായത് ഈരാറ്റോട് എനിക്ക് ഇതിനോട് ഭയങ്കര പ്രചരണം. ഞാനോട് വേട്ടക്കാരിട്ട് സ്വന്തം ആളിനെ വിശ്വസിക്കല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനതുകൊണ്ട് തിരുത്താൻ പോയില്ല കേട്ടോ, തിരുത്താൻ പോയില്ല. എന്ത് വേണ്ടി? ഇവന്മാരുടെ പറഞ്ഞു ഉറ വിശ്വസിച്ച് അടച്ച 28,000 വോട്ട് നമുക്ക് എതിരായി. ഇവിടെയുള്ള കച്ചവട സുഹൃത്തുക്കൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്താണ് ഞാനുമായിട്ട് ഇത്ര ബന്ധം എനിക്കറിയിക്കാൻ? എല്ലാ മേഖലയിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നമ്മുടെ കൂട്ടത്തിലാണ്, ഒറ്റക്കെട്ടായിട്ട്. ടാക്സി ഡ്രൈവർമാരും അതെ. പാവങ്ങൾ ഇപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ വിളിച്ചു വെക്കുന്നില്ല. ഞാൻ ചുരുക്കട്ടെ, ഇന്ന് രാവിലെ മുതൽ എന്റെ കൂടെ നടന്ന് ഈ പഞ്ചായത്തിലെ മുഴുവൻ വിവിധ ഭാഗങ്ങളിൽ പോയി പര്യടനം നടത്തി ആളുകളെ കാണാൻ സഹായം ചെയ്തെന്ന എല്ലാ ആളുകളോടുള്ള എന്റെ സ്നേഹം ഞാൻ പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഞാനിവിടെ എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വായിക്കാത്തത്. ആ എല്ലാ വ്യക്തിയോടുമുള്ള എന്റെ സ്നേഹം അറിയിക്കുന്നു. എന്റെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് ഞാൻ തെളിയിച്ചുകൊള്ളാം.
എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ സമ്മതിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ പോരാളി PC ജോർജിനെ വരവേൽക്കാം. ഒരു മനസ്സോടെ PC ജോർജിനെ വോട്ട് ചെയ്യണം. കഴിഞ്ഞ 5 വർഷങ്ങളിൽ തറക്കല്ലിടിയിലും വാഗ്ദാനങ്ങളും ഷോപ്പുകൾ ഉദ്ഘാടനവുമല്ലാതെ നാടിന് ഉപകാരപ്രദമായി ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. 5 വർഷം കൊണ്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ തച്ചു തകർത്തവർ വീണ്ടും അധികാരത്തിനായി മുറവിളി കൂട്ടുകയാണ്. ഈ ജനവഞ്ചകർക്ക് ബാലത്തിലൂടെ മറുപടി നൽകേണ്ട സമയം സമാഗതമായി. ഇനിയും ഈ വികസന വിരോധികളെ അധികാരത്തിലേക്കിയ നമ്മുടെ പൂഞ്ഞാറിന്റെ ഗതി അവതാളത്തിലാകും എന്നത് ഉറപ്പാണ്. പൂഞ്ഞാർ വളരും, രാജ്യത്തിനൊപ്പം. പൂഞ്ഞാറിൻ പ്രിയ നായകനല്ലോ നമ്മുടെ സ്വന്തം